നമ്മൾ ഹെഡ്സെറ്റൊക്കെ നാശമായി കഴിഞ്ഞാൽ ഒരു ഉറുപ്പ്യ ചിലവില്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ ഇവിടെ കട്ടായി പോയതാണ്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യും, ചെറുതായിട്ടൊന്ന് ഇളകുന്ന സമയത്ത് ഇടയ്ക്ക് വർക്ക് ചെയ്യും, ചില സമയത്ത് അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 4 സൈഡ് ഇതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ക്ലിപ്പാണ്, അത് അഴിഞ്ഞു വരും. അപ്പോൾ ചിലത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതുണ്ടാവും. ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പ്രസ് ചെയ്തിട്ട് തന്നെ അടിക്കണം, അതിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കിയാലും മതി. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ അഴിഞ്ഞു വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ക്ലിപ്പ് ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാറ്ററീൻ്റെ ഭാഗത്തുള്ള വയറാണ് നമ്മളത് ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വയർ ഒഴിവാക്കിയിട്ട് ആ വയർ കുറച്ച് നീട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഷോർട്ടായ ഭാഗം ഒഴിവാക്കിയിട്ട് ആ വയർ കുറച്ച് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ഷോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെയാണ് ഇത് അയച്ച് കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ നമ്മളെ സ്പീക്കറിലേക്ക് വരുന്ന വയറാണ് ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 2 വയറും അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അത് പതുക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഷോൾഡറിങ് അയണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ വയർ ഇതിൽ കൂടെ വലിച്ചെടുത്തതിൻ്റെ ശേഷം അത് എവിടെയാണോ ഷോർട്ടായിട്ടുള്ളത് ആ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് അതേപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, ഇത് അവിടെ നിന്നാണ് കട്ടായി പോയിട്ടില്ല, ഇത്രയും ചെറിയൊരു ഭാഗമേ കട്ടായി പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയർ തന്നെ മതിയിട്ട് വേറെ വയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഷോർട്ടായ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇത് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു ബ്ലേഡ് എടുത്തിട്ട് രണ്ടും ഒരേ ഒപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരേ ഒപ്പം വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഷോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വലിപ്പം കുറയുന്നുള്ളൂ. പിന്നെ ഇതിന് തിക്നെസ് കുറവായതുകൊണ്ട് ഇത് നമുക്ക് തിരിച്ചും അതേപോലെ തന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ വയർ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സൂചിയിൽ വെച്ചിട്ട് വേണം ഇത് അങ്ങോട്ട് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ വയർ കറക്റ്റായിട്ട് തന്നെ അപ്പുറത്തേക്ക് എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ എടുത്തതിൻ്റെ ശേഷം ആണ് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ചെറിയ കോട്ടിങ് വരുന്നുണ്ട്, ഒരു ലാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുക. ഇത് റിമൂവ് ചെയ്തിട്ട് വേണം ഷോൾഡർ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഷോൾഡർ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡറിങ് പിടിക്കില്ല. ഷോൾഡറിങ് പിടിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബ്ലേഡ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ലാമിനേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഷോൾഡർ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതേപോലെ ഈ 2 വയറും അറ്റും നമ്മൾ ഇതേപോലെ ഷോൾഡർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെച്ചിട്ട് ഇളകാത്ത രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യണം. അതേപോലെ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. അത് ഷോർട്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വർക്കാവില്ല. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഷോൾഡർ ചെയ്തെടുത്താൽ മതി. അതൊന്നും നമുക്കധികം പണിയില്ല ഷോൾഡറിങ് അറിയുന്നവർക്കൊന്നും. ഇതിൽ ചെറിയൊരു അളവ് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു ഹെഡ്സെറ്റിൻ്റെ വലിപ്പം കുറച്ച് കുറയുന്നുള്ളൂ, എന്നാലും നമ്മളത് ബാധിക്കുന്നൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കഷ്ണേ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് അതേപോലെ തന്നെ ആ ബാറ്ററി ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ പതുക്കെ തട്ടിയെടുത്തപ്പോൾ തന്നെ അത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലിപ്പാണ്. അതേപോലെ ആ ക്ലിപ്പ് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വീണ്ടും അടിച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് എൻ്റെ ഇതിപ്പോൾ പ്രസ്സായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതിയിട്ട്. ചെറുതായിട്ടൊരു ഫ്ലെക്സ് ക്യൂക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. പിന്നെ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.